അപ്പോൾ നമ്മൾ V2 ഉപയോഗിച്ചിട്ട് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം ആ പ്രൊജക്റ്റ് ഫോൾഡറിനകത്തുള്ള കുറച്ച് സാധനങ്ങളുണ്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ നോഡ് മൊഡ്യൂൾസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ npm ഇൻസ്റ്റാൾ കൊടുത്തപ്പോഴാണ് ഈ ഒരു ഫോൾഡർ ഉണ്ടായിരുന്നത്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ പറഞ്ഞു റിയാക്ട് എന്ന് പറയുന്ന ഒരു ലൈബ്രറിയാണ്. നമ്മൾ V2 ഉപയോഗിച്ചിട്ട് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ലൈബ്രറീസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ആ ഇൻസ്റ്റാൾ ചെയ്യുന്ന ലൈബ്രറീസ് ആക്ച്വലി ഡൗൺലോഡ് ആകുന്നത് നമ്മൾ npm ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ആ കമാൻഡ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ npm എന്ന് പറഞ്ഞിട്ടുള്ള റെപ്പോസിറ്ററിനകത്തുനിന്ന് വെച്ചാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ ഫോണിലേക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ npm നമ്മുടെ ഈ ഫോൾഡറിനകത്തേക്ക് നമ്മുടെ പ്രൊജക്റ്റ് ഉപയോഗിക്കുന്ന എല്ലാ ലൈബ്രറീൻ്റെ കോഡും ഡൗൺലോഡ് ചെയ്ത് വെക്കും. അപ്പോൾ തുറന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ യൂഷ്വലി ഇത് ചിലപ്പോൾ നല്ല സൈസൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ പ്രൊജക്റ്റ് വലുതാകുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ ലൈബ്രറീസും കൂടുതൽ ആഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോൾഡറിൻ്റെ സൈസും ചിലപ്പം കൂടും കേട്ടോ. അടുത്താണ് പബ്ലിക് എന്നുള്ള ഫോൾഡർ. ഈ ഫോൾഡറിനകത്താണ് നമ്മൾ ഡയറക്റ്റ്ലി ഉപയോഗിക്കേണ്ട ഫയൽസ് ഒക്കെ കൊടുക്കുക. എന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. പിന്നെ SRC ആണ്. മീൻസ് സോഴ്സ് കോഡാണ്. നമ്മൾ എഴുതുന്ന കോഡൊക്കെ SRCനകത്തായിരിക്കും യൂഷ്വലി ഉണ്ടാവുക. പിന്നെ ഉള്ളത് ഒരു ESLint RC എന്ന് പറഞ്ഞിട്ടുള്ള ഫയലാണ്. എന്താണെന്ന് വെച്ചാൽ ESLint എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ ഉണ്ട്. നമ്മളെ കോഡിനകത്ത് കുറച്ച് സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ കോഡിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ ആണ് ESLint RC. പിന്നെ git ignore ഉണ്ട്. നമ്മളൊരു ഫോൾഡറിനെ റെപ്പോസിറ്ററി ആക്കുന്ന സമയത്ത് നമ്മൾ ഗിറ്റിലോട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ചില ഫോൾഡറുകൾ ചില ഫയലുകളൊക്കെ നമുക്ക് ഗിറ്റിലോട്ട് പുഷ് ചെയ്യണ്ടെന്ന് പറയണമെങ്കിൽ ഇതിനകത്താണ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ നോഡ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത് വലിയ ഫോൾഡറാണ്. അപ്പോൾ അത് ഗിറ്റിലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം എടുക്കും, സ്പേസും വെറുതെ പോകും. അപ്പോൾ അതൊക്കെ ഗിറ്റ് ഇഗ്നോറിനകത്തിട്ട് കൊടുക്കും. അപ്പോൾ അടുത്താണ് index.html. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ബ്രൗസറിനകത്തേക്ക് ആക്ച്വലി ഫൈനലി നമ്മൾ ബിൽഡ് ചെയ്തിട്ട് കിട്ടുന്ന HTML CSS JavaScript പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ HTML ആ ഒരു ഫയൽ ഇതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തുന്നോ അത് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടിൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ടൈറ്റിൽ മാറ്റി കഴിഞ്ഞാൽ ആ ടൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഉള്ളതൊരു package.json ആണ്. അപ്പോൾ ഈ package.json എന്ന് പറഞ്ഞിട്ടുള്ള ഫയലാണ് ആക്ച്വലി നമ്മുടെ പ്രൊജക്റ്റ് ഉപയോഗിക്കുന്ന പാക്കേജുകൾ നമ്മൾ പറഞ്ഞ ലൈബ്രറികൾ ഉപയോഗിക്കും. ആ ലൈബ്രറികളൊക്കെ പറയാം. ഫോർ എക്സാമ്പിൾ ഇത് നമ്മളെ പ്രൊജക്റ്റ് റിയാക്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേർഷനാണ് ഇവിടെ നമ്മൾ ഡിപ്പെൻഡൻസീസ് എന്ന് വിളിക്കും. അപ്പം ഡിപ്പെൻഡൻസീസ് മറ്റേ കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെവലപ്മെൻറ്റ് ടൈമിൽ നമുക്ക് ആവശ്യമുള്ള മൊഡ്യൂളുകൾ അല്ലെങ്കിൽ ലൈബ്രറികളാണ് നമ്മൾ ഡിപ്പെൻഡൻസീസ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഡിപ്പെൻഡൻസി ഇപ്പോൾ റിയാക്ടിന് ചിലപ്പോൾ വേറെ സാധനത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ ഡിപ്പെൻഡൻസീസ് നമ്മൾ പാക്കേജ് ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിനകത്ത് കാണാൻ പറ്റും. ഇതിൽ ആക്ച്വലി എല്ലാ ഡിപ്പെൻഡൻസീസ് ഇതിനകത്ത് എക്സാക്ട് വേർഷൻ ആയിട്ടുണ്ടാവും. കാരണം .md ഫയൽ ഉണ്ട്, മാർക്ക്ഡൗൺ ഫയലാണ്. നമ്മൾ ഗിറ്റബ് റെപ്പോസിറ്ററി ആക്കുമ്പോൾ അതിൽ ഒരു റിവ്യൂ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു വീറ്റ് കോൺഫിഗ് ഉണ്ട്. ഇതെന്തിനാ വെച്ചാൽ നമ്മുടെ വിർച്വൽ ആയിട്ടുള്ള നമ്മുടെ വീറ്റിന്റെ കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ റൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും നമ്മളെ URL വന്നിട്ട് നമ്മൾ URL തുറന്ന് നോക്കുകയാണ്. അപ്പോൾ URL തുറന്നപ്പോൾ നമ്മുടെ ബ്രൗസറിനകത്ത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിവിടെ പറയുന്ന ഈ JSX ഫയലൊക്കെ ഇവിടെ JSX ഉള്ളൂ. ബ്രൗസറിനകത്ത് എത്തുമ്പോൾ അത് HTML CSS JavaScript ആയിട്ട് കൺവേർട്ട് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ പബ്ലിക്കിനകത്ത് നമ്മൾ കൊടുത്ത ഫയൽസ് കൺവേർട്ട് ആവില്ല, ഡയറക്റ്റ് ആയിട്ട് വരും. അതുകൊണ്ടാണ് index.html നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ലിങ്ക് ഐക്കൺ href ഉണ്ടോ v2.svg. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഉപയോഗിക്കാനായിട്ടാണ് ഇവിടെ കൊടുത്തത്. മറിച്ച് ഇപ്പോൾ ഇവിടെയുള്ള ഈ app.jsx ഒന്നും നമ്മൾ ബ്രൗസറിനകത്ത് നമ്മൾ എവിടെയും കാണില്ല. ഇതിനകത്ത് ജസ്റ്റ് JavaScript കോഡായിട്ട് കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ npm run dev എന്ന് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ package.json എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണാം. ഇവിടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം കാണാം. ഇതിൽ dev എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റ് ആണ്, ബിൽഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റ് ആണ്, ലിൻഡ് ഒരു സ്ക്രിപ്റ്റ് ആണ്, പ്രിവ്യൂ ഒരു സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ റൺ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ npm run ബിൽഡ് കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ബിൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഇവിടെ ഡിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ആയി വരും. അപ്പോൾ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രൂപത്തിലാണ് ഡിസ്റ്റ് എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്രൗസറിലേക്ക് അയക്കുന്ന സാധനം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ HTML ഉണ്ടോ, നമ്മൾ ആ ഒരു index.html അത് തന്നെയാണ് സംഭവം ഉള്ളത്, കണ്ടോ. അത് കൂടാണ്ട് നമ്മൾ ഇവിടെ പബ്ലിക്കിനകത്ത് കൊടുത്ത ഫയൽ എന്താണോ അത് അതേപോലെ തന്നെ അടുത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അസൈറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റും ഒരു JavaScript ഫയൽ. അപ്പോൾ ഇതെന്താ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ടല്ലേ. ഇതെന്താ വെച്ചാൽ ഇതാണ് കമ്പൈൽഡ് ആയിട്ടുള്ള JavaScript ഫയൽ. അതായത് നമ്മളിപ്പോൾ JSX എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ബ്രൗസറിനകത്ത് എത്തുമ്പോൾ അത് HTML CSS JavaScript ആയിട്ട് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആ കമ്പൈൽഡ് ആയിട്ട് ബണ്ടിൽ ചെയ്തിട്ടുള്ള ബിൽഡ് ചെയ്തിട്ടുള്ള JavaScript ഫയലാണിത്. അപ്പോൾ ഇത് നമുക്ക് റീഡബിൾ അല്ല, മെഷീൻ റീഡബിൾ ആണ്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൽ സംഭവം കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളെ വിർച്വൽ ഡോം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ കോംപ്ലക്സിറ്റി കൂടുന്നില്ല. അപ്പം ബേസിക്കലി നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മളൊരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ എന്തൊക്കെ ഫോൾഡർ ഉണ്ടെന്ന് ഫയൽ ഉണ്ടെന്ന് പറഞ്ഞത് മാത്രമാണ്. നിങ്ങൾ ജസ്റ്റ് ഇതിൽ SRC മാത്രം മൈൻഡ് ആക്കിയാൽ മതി കേട്ടോ.